പക്ഷെ പ്രിയമുള്ളവരെ, അന്ന് ആരും പറയണ്ട, ഹല്ലേലൂയ, എന്തൊരു പ്രാഗൽഭ്യമാണ് നമുക്ക്. ഉള്ളിൽ പേടിയും കിടുകിടുപ്പൊക്കെ ഉണ്ട്, പക്ഷെ ഒരുക്കത്തോടെ ധൈര്യത്തോടെ ചെന്ന് ആമേൻ ഹല്ലേലൂയ വിവാഹ വേദിയിൽ നിൽക്കുകയാണ്. ആമേൻ. പ്രിയമുള്ളവർ, ഇവിടെ പറയുന്നത് അതാണ്, നിങ്ങൾക്ക് ആ പ്രാഗൽഭ്യം, ആ ധൈര്യം ഉണ്ടായിരിക്കണം. ആമേൻ. ഞാൻ ഈ വരന് ഹല്ലേലൂയ വിവാഹ നിശ്ചയം ചെയ്ത കന്യകയാണ് എന്ന ബോധ്യത്തോടെ അരുമ രക്ഷകനായ യേശു കർത്താവിൻ്റെ പൊന്മുഖത്തിന് നേരെ അവൻ തിരിഞ്ഞു നിൽക്കാനുള്ള ധൈര്യം നമുക്കുണ്ടാകണം. ഹല്ലേലൂയ. ആമേൻ. പ്രിയമുള്ളവരെ, അതിനായിട്ടാണ് പരിശുദ്ധാത്മാവ് നമ്മളെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദത്തെ അവഗണിച്ചുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവ് ഏറെ ദുഃഖിക്കുന്നു. പ്രിയമുള്ളവരെ, ഇവിടെ പറയുന്നു ധൈര്യം ഉണ്ടാകേണ്ടതിന് അവനിൽ വസിപ്പിൻ. ഹല്ലേലൂയ. ആമേൻ. 14 ബി ഭാഗം ഒന്ന് വായിക്കാമോ സിസ്റ്റർ? വായിക്കാമോ? 2:14 ബി. ബാല്യക്കാരെ നിങ്ങൾ ശക്തരാകയാലും ദൈവവചനം നിങ്ങളിൽ വസിക്കയാലും നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ദുഷ്ടനെ ജയിക്കാൻ നമ്മൾ എന്തൊക്കെ പണി ചെയ്താലും പ്രിയമുള്ളവരെ, ഈ മാറ്റമില്ലാത്ത വചനം ഉള്ളിലില്ലെങ്കിൽ ജയിക്കില്ല. ഹല്ലേലൂയ. ദുഷ്ടനെ ജയിക്കാനുള്ള ഏക മാർഗം ജീവന്റെ വചനം ഉള്ളിൽ നിറയ്ക്കുക എന്നുള്ളതാണ്. അതിനാണ് നമ്മൾ തിരുവചന ചെപ്പൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തത്. ഹല്ലേലൂയ. ജയിക്കാൻ പറ്റുള്ളൂ. ആമേൻ. സിസ്റ്റർ 2:24 ഒന്ന് വായിക്കാമോ? നിങ്ങൾ ആദ്യം മുതൽ കേട്ടത് നിങ്ങളിൽ വസിക്കട്ടെ. പ്രിയമുള്ളവരെ, നിങ്ങൾ ആദ്യം മുതൽ കുറെ കാര്യങ്ങൾ കേട്ടു. ഹല്ലേലൂയ. ഹല്ലേലൂയ. കേട്ട കാര്യങ്ങളെല്ലാം ഒന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ? ഇപ്പൊ ഇവിടെ ഇരുന്ന് പറഞ്ഞാൽ ആദ്യം മുതൽ കേട്ട കാര്യങ്ങളിൽ വചനത്തിന്റെ വ്യവസ്ഥയിൽ കേട്ടതെല്ലാം കൂടെ ഒന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. ദേവദാസൻ നമ്മളോട് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്, ആദ്യം മുതൽ കേട്ടത് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളിൽ വസിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ. വായിക്കാം സിസ്റ്റർ, അത് തന്നെ വായിക്കാം. ആദ്യം മുതൽ കേട്ടത് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ നിങ്ങൾ പുത്രനിലും പിതാവിലും വസിക്കും. കണ്ടോ? ഹല്ലേലൂയ. കർത്താവിൽ വസിക്കാൻ പറഞ്ഞിട്ട് പറയാണ്, എങ്ങനെ വസിക്കുമെന്ന് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ പറയാണ്, ആദ്യം മുതൽ കേട്ടത് നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ നിങ്ങൾ പിതാവിലും പുത്രനിലും വസിക്കും. എന്നിട്ടോ സിസ്റ്റർ വായിക്കാം. ഇതാകുന്നു അവൻ നമുക്ക് തന്ന വാഗ്ദത്തം. കർത്താവ് തന്ന വാഗ്ദത്തം. നിങ്ങളൊക്കെ പറയില്ലേ, എനിക്ക് കുറെ വാഗ്ദത്തം ഇനി നിറവേറാനുണ്ട്, കിട്ടാനുണ്ട്, പറയാനുണ്ടെന്നത്. ഏറ്റവും വലിയ വാഗ്ദത്തം എന്താണെന്ന് അറിയാമോ? കർത്താവ്. ആമേൻ. നിത്യജീവൻ തന്നെ. ഹല്ലേലൂയ. നമുക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ വാഗ്ദത്തം. സിസ്റ്റർ, അത് ഒന്നുകൂടെ ഒന്ന് വായിക്കും. എല്ലാവരും ശ്രദ്ധിച്ചില്ല. എന്തോ ഞാൻ വേണ്ടാതിനം പറഞ്ഞ പോലെ എന്നെ ചിലരൊക്കെ നോക്കുന്നു. നിങ്ങൾ ആദ്യം മുതൽ കേട്ടത് നിങ്ങളിൽ വസിക്കട്ടെ. ആദ്യം മുതൽ കേട്ടത് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ പുത്രനിലും പിതാവിലും വസിക്കും. അതായത് പിതാവിന്റെ ഇഷ്ടേ ചെയ്യുള്ളൂ, പുത്രന്റെ കാര്യങ്ങളെ നോക്കുള്ളൂ. ഇതാകുന്നു അവൻ നമുക്ക് തന്ന വാഗ്ദത്തം, നിത്യജീവൻ തന്നെ. മനസ്സിലായോ? ഹല്ലേലൂയ. ആമേൻ. കരങ്ങളെ ഉയർത്തി പറഞ്ഞാട്ടെ, എനിക്കൊരു വാഗ്ദത്തം കിട്ടിയിരിക്കുകയാണ്. ആമേൻ. കർത്താവ് തന്നിരിക്കുന്ന വിലയേറിയ വാഗ്ദത്തമാണ് നിത്യജീവൻ. ആമേൻ. നിത്യജീവനെ പിടിച്ചുകൊള്ളുന്ന ആമേൻ ഈ വാഗ്ദത്തത്തിൽ ഹല്ലേലൂയ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ആ നിത്യജീവനെ എനിക്ക് അവൻ തരും. ഹല്ലേലൂയ. 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 ആമേൻ. പ്രിയമുള്ളവരെ, വേഗത്തിൽ നമുക്ക് പോകാം. ഹല്ലേലൂയ. ആമേൻ. ആ വാഗ്ദത്തം നിത്യജീവൻ തന്നെ. ഹല്ലേലൂയ. ഇത് ഹല്ലേലൂയ. യോഹന്നാൻ 2:27 ഒന്ന് വായിക്കാമോ സിസ്റ്ററെ? ഹല്ലേലൂയ. അവനാൽ പ്രാപിച്ച അഭിഷേകം, യേശുക്രിസ്തുവിനാൽ അഭിഷേകം പ്രാപിച്ച എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്? വചനം ആഴത്തിൽ മനസ്സിലാക്കണം.